പുള്ളിക്കാരത്തിക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി രക്ഷപ്പെടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുക, രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാര്യത്തില്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ശരിക്കും നമ്മൾ പറയട്ടെ, നമ്മൾ ഒരു നന്മ ചെയ്ത ഒരാളെ ക്രൂശിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെ. എന്നോട് എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല, ഒരു അവകാശത്തിലും എഴുതി തന്നിട്ടില്ല. വീടാണേലും സ്ഥലമാണേലും എന്റെ പേരിലുമില്ല. അതിന്റെ സൈഡിൽ ഒരു സാക്ഷി പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത് രേണു പെട്ടു? അതെ, എനിക്കെന്താ ബന്ധം? എനിക്ക് ആകെയുള്ള ബന്ധം പിള്ളേരുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ എന്നായി പുള്ളിക്കാരി പറയുന്നത്. പിന്നെ എന്തിനാണ് ആ വീട്ടിൽ വന്ന് കിടക്കുന്നതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി പറയുന്നത് ഞാൻ എന്തിനു ഇറങ്ങിപ്പോണം, അല്ലെ ഞാൻ ഇറങ്ങിപ്പോയെന്ന് എന്തിനാ നിങ്ങൾ പറയുന്നത് എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ പുള്ളിക്കാരി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇന്നലെ ഒരു ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതിൻ്റെ അകത്ത് ഈ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തന്നെ എന്താ പറയാ, ലജ്ജിച്ച് തല താഴ്ത്തിയിരിക്കണം. പിന്നെ നമ്മുടെ ഫിറോസ് അണ്ണൻ നന്മമരം ഫിറോസ് അണ്ണനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചു പറഞ്ഞ ചില കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ചേച്ചി തന്നെ ആദ്യം അങ്ങോട്ട് പറയട്ടെ. വിഷമം അതാണ്. എനിക്കതൊന്നുമല്ലോ. രേണുസുതിയെ സെലിബ്രേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് പ്രമോഷൻ ചെയ്തു, 10 ദിവസം തിരിച്ചു വരുന്നു. 20 ദിവസമാട്ടെ, ദിവസം തിരിച്ചു വരുന്നില്ലേ? ഞാനാണോ ടിക്കറ്റ് എടുത്തത് കഷ്ടപ്പെട്ടത്? ഞാനാണോ വിസ എടുത്തത്? എല്ലാവരുടെയും പ്രൊവൈഡ് ചെയ്തു. ഒരു സെലിബ്രേറ്റ് ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു, അവരൊക്കെ കുറ്റം പറഞ്ഞ് അവിടെ വരുന്നു, അവൾ അങ്ങോട്ട് പോകുന്നു, അവൾ അതിന് പോകുന്നു, ഇതിന് പോകുന്നു. ഇതിനൊക്കെ ഞാനത് ചോദിക്കുന്നത്, എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഇവരൊക്കെ കുറ്റം പറയുന്നത്? നീ എയർപോർട്ട് കണ്ടിട്ടുണ്ടോടാ? നിങ്ങൾ ഓരോരുത്തരും എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? രേണുസുതിയെ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? രേണുസുതി എയർപോർട്ടിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ ഏവിയേഷൻ പഠിച്ച ഒരു കഥയൊക്കെ നമുക്കറിയാമല്ലോ. സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ ഇരുന്ന ഒരു കഥ, അതൊക്കെ നമുക്കറിയാം. പിന്നെ പുള്ളിക്കാരി പറയാണ്, എന്നെ ഈ കമന്റ് ഇട്ട് തോൽപ്പിക്കുന്നവരല്ലേ എനിക്കെതിരെ കമന്റ് ഇടുന്നവർ എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു, അവിടുന്ന് കൊണ്ടുവരുന്നു, അവിടുന്ന് കൊണ്ടുപോകുന്നു, ഇവിടുന്ന് കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്റെ പൊന്ന് രേണു, ഒരു കാര്യം പറയട്ടെ, ഈ സെലിബ്രിറ്റി എന്നുള്ള ഒരു പരിവേഷമൊക്കെ ഉണ്ടല്ലോ, ഇതേത് സമയത്തും പോകാം. അതുകൊണ്ട് അഹങ്കാരമൊക്കെ ഒന്ന് കുറയ്ക്ക്. പിന്നെ നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരു കാലം വരും. ആ രീതിയിലേക്ക് ദൈവം നല്ല പണി തരും. അതുകൊണ്ട് തന്നെ ഒന്നൊക്കെ അടങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ. എന്തായാലും രേഷ്മ പി തങ്കച്ചൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ട്, ബാക്കിയോടെ പറഞ്ഞാട്ട് അടുത്ത കാര്യത്തെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് കേൾക്കാം. പോട്ടെ. ശരിക്കും രേണു ഇങ്ങനെ വീണ്ടും അച്ചീവ് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വിവാദങ്ങളൊക്കെ വരുന്നത് അല്ലേ? രേണുവിനെ അസൂയായിരിക്കും അല്ലേ? ഈ വീടിന്റെ ഒക്കെ കേസ് വരുന്നത് അതുകൊണ്ടായിരിക്കും മിക്കവാറും. വീടിന്റെ ഒക്കെ കാര്യമൊക്കെ വരുന്നത് അസൂയ കൊണ്ടാണ്. കാരണം ബിഷപ്പിന് അരി മേടിക്കണമെങ്കിൽ ഇവരെ കുറ്റം പറഞ്ഞാലേ കിട്ടത്തോളേ. അതുകൊണ്ട് തന്നെ അസൂയ മൂത്തിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. അല്ല, ഇവരെ കണ്ടിട്ട് അസൂയ മൂത്ത് പറയേണ്ടതായിട്ട് ഇവിടെ ആർക്കാണ് ഉള്ളത്? ഇവര് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ പറയുന്ന ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതും ഈ ഫിറോസിനെ കുറിച്ചും മറുനാടനെ കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യത്തിലല്ലേ നമ്മൾ പ്രതികരിച്ചത്. ഇവര് പറയുക ഇവര് സെലിബ്രിറ്റി ആയതിന്റെ ഇതുകൊണ്ടാണ് നമ്മൾക്ക് സംസാരിക്കുന്നത്. ഓക്കെ ചേച്ചി, ബാക്കി. കാരണം ഞാൻ ആരോട് നേരിട്ട് പൈസൊന്നും ഇന്നുവരെ പോകുന്നത്. ഈ വീടിന്റെ വിവാദമാണ്, എന്ത് വിവാദമാണ്, ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രമേശ്. ഇവരൊക്കെ എനിക്ക് ഡെയിലി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇവരൊക്കെ പിന്നീട് എന്നോട് ഈ ശത്രുതയായത്. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് ഒരു നിമിഷം ബ്ലോക്ക് ചെയ്യുക. ഈ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ വലിയൊരു വിവാദം നടക്കുന്ന അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ഞാനും മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു വാട്സാപ്പിൽ. ഇപ്പൊ പറഞ്ഞു വരുന്നത് ബിഷപ്പുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ബിഷപ്പിന്റെ ചാറ്റും ബിഷപ്പിന്റെ ഫോൺ കോളും ഒക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. അതായത് ബിഷപ്പിനോട് നേരത്തെ ഒരു മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നേ. അപ്പൊ ബിഷപ്പ് ചോദിക്കും, ഒരു സഹോദരി എന്ന നിലയിലോ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലോ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തെന്ന രീതിയിലോ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുക. ഇവര് കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചാറ്റുകളൊക്കെ പറയുമായിരുന്നു. പിന്നെ വക്കീല് പറഞ്ഞു ദയവ് ചെയ്ത് ഇവരോടൊന്നും കൂടുതലായി ഇതിന് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് ഒറ്റ ബ്ലോക്ക് ചെയ്ത് അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പം എന്ന് പറയാ ചാറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചാറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എന്നിട്ട് പറയുകയാണ് എന്റെ പിന്നെ എന്ത് പറയുന്നത് വോയിസ് കോൾ ഉണ്ട്, എടുത്തങ്ങോട്ട് ഇടന്നേ, അങ്ങോട്ട് കൊടുക്ക്. ഈ ബിഷപ്പ് അങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഫോൺ കോൾ ഉണ്ട്, ബിഷപ്പ് എന്നോട് മോശമായി ചാറ്റ് ചെയ്തു, അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനത്തെ മനുഷ്യനാണോ ബിഷപ്പ് എന്ന് ഞങ്ങൾക്കൊന്നും അറിയാമല്ലോ. എന്തുകൊണ്ട് ഇടുന്നില്ല? ഈ പൊട്ടിക്കുമെന്ന് നിങ്ങളും വന്ന് പറയുന്നു, നിങ്ങളുടെ ചേച്ചി മറ്റേ കൂട്ടുകാരി ചേച്ചിയും വന്ന് പറയുന്നു. പക്ഷെ ഇതെന്താ പൊട്ടിക്കാത്തേ? ഇന്ന് പൊട്ടിച്ചിട്ട് വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ വിവാഹം ഒന്ന് മുടങ്ങിക്കാണാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ. ചേച്ചിക്ക് ആ സന്തോഷം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ ബിഷപ്പിന്റെ ആ അടുത്ത കല്യാണം കൂടെ ഒന്ന് മുടങ്ങിക്കാണണം. അതുകൊണ്ട്
ചേച്ചി അത് പെട്ടെന്ന് തന്നെ വിടണം കേട്ടോ, താമസിപ്പിക്കല്ലേ. ആ ചാറ്റുകളും കോളുകളും ഒന്നും കയ്യില്ല. ഒരു റെക്കോർഡ് കോൾ എൻ്റെ കയ്യിലുണ്ട്, അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഫോണിലുണ്ട്. അതായത് എനിക്ക് ഒരു പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്ക് വീട് തന്നതിന്, എനിക്ക് രേണുവിനോട് ഒരു പ്രശ്നമില്ല, രേണുവായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് ഇപ്പം പെട്ടെന്ന് പൊട്ടി പൊളിച്ചത് അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നോടല്ല സംസാരിക്കും, എൻ്റെ ഫോണിൽ എൻ്റെ ചേച്ചിയോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോണല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബഹറിൽ പോകുന്നത് 2-3 ദിവസത്തിന് മുന്നെയാണ് സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഫോണിലല്ല ഞങ്ങൾ വിളിച്ചത്, അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ആളുടെ ഫോണിലാണ് ഞങ്ങൾ വിളിച്ചത്. അത് എന്റെ ഫോണിൽ റെക്കോർഡ്. ഞാൻ ഈ റെക്കോർഡ് ചുമ്മാ നാണം കെടുത്താൻ വിടുന്ന ഒരാളൊന്നുമല്ല. കേസ് അല്ല ചേച്ചി, ഇങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത്. ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ ചേച്ചി എന്റെ ഫോണിൽ നിന്ന് ബിഷപ്പിനെ നേരിട്ട് വിളിച്ചു എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ പറയുന്നത് അങ്ങനല്ല, ഞാനൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ബിഷപ്പിന്റെ, ആ അസിസ്റ്റന്റിന്റെ നമ്പറിലേക്ക് ഈ പറയുന്ന ചേച്ചി, ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി വിളിക്കുകയും ബിഷപ്പിനോട് സംസാരിക്കുകയും ബിഷപ്പ് കാര്യം പറയുകയും ചെയ്തു എന്നാ. ഇവരുടെ നമ്പരൊന്നും ബിഷപ്പിന്റെ കയ്യിലില്ല. അന്നേരമാണ് ഇവർ ഈ പറയുന്ന അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. കൊള്ളാം അല്ലേ? എന്തായാലും അഹങ്കാരം ഇച്ചിരി ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അത് നല്ലതിനാണെന്ന് തോന്നുന്നില്ല. എത്ര ഉയർന്നു പറഞ്ഞാലും താഴെ വന്നിട്ട് ഒരു സമ്മാനം ഉണ്ട്, ആ സമ്മാനം മേടിക്കാൻ ചേച്ചി തയ്യാറായിക്കോ? ഓക്കെ, ബാക്കി 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 സമയമില്ല, ബാക്കി. അതാണ് ആ റെക്കോർഡ് കൈ വെച്ചോണ്ട് പൊട്ടിക്ക്, കേക്കട്ടെ, ആരാന്ന് വെച്ചാൽ അങ്ങോട്ട് കേക്കട്ടെ. ഇത് നിങ്ങൾ അങ്ങോട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ബിഷപ്പിന് നാണം കൊണ്ട്, അല്ലെങ്കിൽ ബിഷപ്പ് എന്താ പറയുക, തലയിൽ കൂടെ മുണ്ട് കിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് പൊട്ടിക്കുക. അല്ല, ഈ ഉടുക്കുകെട്ടുകാരന്റെ മകനെ അത് പൊട്ടി പേടിപ്പിക്കല്ലെന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബിഷപ്പിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കുന്നേ. പോരട്ടെ അടുത്തത്. ഞാൻ ഒരു പ്രശ്നത്തിനുമില്ല രേണുവിനോട്, എനിക്കൊരു പ്രശ്നമില്ല. ഒരുപാട് ആൾക്കാരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ബ്ലോഗർമാർ. ഞാൻ അങ്ങനെയൊന്നും ഒന്നും ചെയ്തില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വീട് കൊടുത്തതാണ്. ഞാൻ രേണുവിനെതിരെ ആ ഒരു വ്യക്തി കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ രേണുവിനും പറഞ്ഞൂടെ? ഞാൻ എന്ത് പറയാനാ, ഒന്നിനും അങ്ങനെയാണ് ലോകത്തുള്ള എന്നെ കുറ്റപ്പെടുത്തുന്ന ബ്ലോഗർമാരുടെ എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യണം. അപ്പൊ അവർ പട്ടിണിയാകത്തില്ലേ? അല്ല, ബ്ലോഗർമാരൊക്കെ പട്ടിണിയാവത്തില്ലയോ? എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലയോ അവരൊക്കെ അരി മേടിക്കുന്നത്? എന്റെ പൊന്നെ. പിന്നെ ബിഷപ്പ് പറഞ്ഞ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് എന്നൊക്കെ പറയുന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ടോ ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ട്? അവരാണ് സത്യത്തിൽ ഇവരെ ഈ പറയുന്ന രേണുവിന് ഈ ഗതിയാക്കിയത്. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ബിഷപ്പ് പറഞ്ഞതല്ല വിഷയം. ഇവിടെ ബിഷപ്പ് ഇവരെ എന്താ പറയുന്നത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ബിഷപ്പിനെതിരെയാണ് ഒരു എന്താ പറയുക, ഒരു പിന്നെ സഭയുടെ മേലധ്യക്ഷനായിട്ടിരിക്കുന്നത് അച്ഛനൊന്നുമല്ല, അച്ഛനെക്കാട്ടിലും ഒക്കെ ഉപരി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെയാണ് ബിഷപ്പാമ്പെന്നും അദ്ദേഹത്തിന് പിന്നെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ളതും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വസ്തുവിനെ കുറിച്ച് പറഞ്ഞതും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ഞാൻ കാണിച്ചു കൊടുക്കുക എന്ന രീതി പറയുന്നതും, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ പല രീതിയിൽ പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അതോ ചേച്ചിക്ക് ഡൗട്ട് ഉണ്ടോ എങ്കിൽ പേടിക്കേണ്ട, തെളിവൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ചേച്ചി പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞാട്ടെ. അല്ല, അവരാരും രേണുവിന്റെ കേസൊന്നായിട്ട് വരുന്നില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ വ്യക്തികളെ കേസായിട്ട് വരുമ്പോൾ വീട്ടിൽ വന്നത് ഞാൻ വീട്ടിൽ ചെന്നിട്ടില്ലല്ലോ, ഞാൻ നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് നേരെ നാളെ വെളുപ്പിനെയാണ് ഞാൻ വീട്ടിലെത്തത്തുള്ളൂ, ചങ്ങനാശ്ശേരിയിലെത്തത്തുള്ളൂ. ചെന്നിട്ട് നോക്കണം എന്താ വന്നോ, എന്താ സംഭവം നോക്കണം. പിന്നെ എനിക്കെതിരെ തരാൻ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല, ഒരു അവകാശത്തിൽ എഴുതി തന്നിട്ടില്ല. വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും എന്റെ പേരിലുമില്ല. അതിന്റെ സൈഡിൽ ഒരു സാക്ഷി പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത് രേണു പെട്ടു, രേണു സുധി പെട്ടെന്ന് പറഞ്ഞ എന്തിനാണ് ഓരോ ബ്ലോഗർമാർ കളി, രേണുവിന് അങ്ങനെ വേണം, പിന്നെ എന്റെ പേരിൽ എഴുതി തന്നെ രേണു അങ്ങനെ വേണമെന്ന്. അല്ല, രേണു ബുദ്ധി ഉണ്ടോ അതോ ബുദ്ധി ഇല്ലെന്ന് അഭിനയിക്കുവാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്തിനാ നിങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുന്നത്? ഞാൻ കൈപ്പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കൈപ്പറ്റിയില്ലെങ്കിൽ കേസ് വേറെ ആവും കേട്ടോ. ചുമ്മാതല്ല നിങ്ങൾക്കൊരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. വക്കീലൊക്കെ ഹൈക്കോടതിയിലെ വക്കീൽ അയച്ചിരിക്കുന്ന നോട്ടീസ് ചുമ്മാതല്ല. അത് കൈപ്പറ്റിയില്ലെങ്കിൽ വേറെ കേസ് അതിന്റെ പുറത്ത് വരും എന്നുള്ള കാര്യം കൂടെ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം ചേച്ചി ഇതിനകത്ത് പറഞ്ഞു, എനിക്കെന്തിനാണ് ആ നോട്ടീസ് അയക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾ ഒരു അമ്മയല്ലേ? ഇനി അമ്മയാണോ എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല കേട്ടോ. അന്ന് ഞങ്ങളോട് പറഞ്ഞതാ കൊണ്ടുപോയി നോക്കിക്കോളാൻ. അതുകൊണ്ട് അങ്ങനൊന്നും പറയരുത്. നിങ്ങളാണ് ആ കുട്ടിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ആ ഒരു ലെറ്റർ അയക്കുന്നത്. ലീഗൽ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അയച്ചത്. ചേച്ചിക്ക് ഇപ്പോൾ ആ ഡൗട്ട് അങ്ങോട്ട് മാറി കാണുമല്ലോ. ഓക്കെ, ബാക്കി പറഞ്ഞാട്ടോ. അതല്ലാതെ വക്കീൽ നോട്ടീസിന്റെ കാര്യം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല എന്താണ് സംഭവം, എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് അയച്ചത് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു അവകാശം എനിക്കില്ല. എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് അതിൽ യാതൊരു അവകാശം. ആധാരമുണ്ട്, വീട്ടിലെ ആധാരം, ഒന്നിനും ആധാരം ഇരിക്കില്ലേ, പിള്ളേരുടെ ആധാരം. അതിനകത്ത് എന്റെ പേരില്ലല്ലോ. പിന്നെ ഞാനിതാണ് പെട്ടെന്ന് പറയുന്നത്. ഞാൻ കെട്ടിന്റെ പണി കിട്ടി അങ്ങനെ വേണം എങ്ങനെ വേണം, എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലം. ഞാൻ എന്നാ പണി, എനിക്കെന്റെ പണി കിട്ടാനോ? അതെ, എനിക്കെന്റെ പണി കിട്ടാനേ. എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലവും, എന്റെ പേരിലാ വീട് സ്ഥലം. രേണുവിനെ ഇറക്കി വിട്ടു. അപ്പൊ ഞാൻ കരഞ്ഞുണ്ടെങ്കിൽ എനിക്ക് തന്ന സാധനം എന്റെ പേരിൽ ഞാൻ എന്ത് പണിയാണ്
ആ കുഞ്ഞുങ്ങളെ കൊടുത്ത വീട് കുഞ്ഞുങ്ങളുടെ മേടിക്കുന്നതാണ് അവർ ദൈവം അനുഗ്രഹിക്കുന്നത്. അവർക്ക് അത്ര വലിയ നല്ല കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർ ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നു. കുറച്ചെങ്കിലും അഹങ്കാരം കുറയ്ക്കണം രേണു, കുറച്ചെങ്കിലും അഹങ്കാരം കുറയ്ക്കണം. നിങ്ങളുടെ വാക്കുകളിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്ക് പൈസ ആയി. അന്ന് റേഷൻ അരി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് കിടന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ ഇപ്പൊ വെക്കാം. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ, അല്ലെ നിങ്ങൾക്ക് എന്തിനാണ് നോട്ടീസ് വന്നു എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇളയ മകൻ അവരുടെ കസ്റ്റോഡിയനാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേരിൽ ഒരു ലീഗൽ നോട്ടീസ് വന്നിരിക്കുന്നത്. അത് കൈപ്പറ്റിയേ നിങ്ങൾ പറ്റത്തുള്ളൂ. പിന്നെ കിച്ചു പറയുന്നുണ്ട് കൊല്ലത്തോട്ട് എന്റെ ഈ പിന്നെ ലീഗൽ നോട്ടീസ് അയച്ചാൽ എന്താണെന്ന്. കിച്ചുവിന് സുതിലയം എന്ന് പറയുന്ന ഒരു വീട് കൊടുത്തിരിക്കുന്നത് ഇവിടാണ്, പ്ലാന്തോട്ടത്താണ്, അല്ലാതെ കൊല്ലത്തല്ല. അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിന് ഇവിടെ നോട്ടീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൈപ്പറ്റിയേ പറ്റത്തുള്ളൂ. ആ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് കൈപ്പറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇവിടെ ബിഷപ്പിന് എന്താ പറയുക, ഒരു കമന്റ് ഇടാൻ പറ്റത്തില്ല, ബിഷപ്പിന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ബിഷപ്പിനൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥ ഉള്ള മനുഷ്യന് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ, എറണാകുളത്ത് പോയിട്ട് ഹൈക്കോടതി വക്കീലിനെ കണ്ട് ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ലീഗൽ നോട്ടീസ് അങ്ങോട്ട് അയച്ച സമയത്ത് ഇപ്പോൾ ഞങ്ങളെ ഇറക്കി വിടുന്നേ, ഞങ്ങളെ ഇറക്കി വിടുന്നേ, ഞങ്ങളെ ഇറക്കി വിടട്ടെ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന്റെ പൊരുൾ എന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ഓക്കെ, ബാക്കിയോട് പറ. പിന്നെ ഇവര് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് കേട്ടോ, വസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബാക്കി. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തായാലും കടത്തിനെ കിടക്കാൻ പറ്റത്തില്ല. കടത്തിനെ കിടക്കുമോ? വാടകയ്ക്ക് എന്തായാലും വീട് ഇറക്കി വിടട്ടെ. മൂത്ത പോലെ ഇളയമോനെ അവകാശമുള്ള വീടല്ലേ അത്. സിരിച്ചേണ്ട 2 മക്കളും അല്ലേ അത്. അവകാശമുള്ള വീട് ഒരു നിയമപരമായിട്ട് ഇറക്കി വിടട്ടെ. ഇറക്കി വിടുമ്പോൾ വിടട്ടെ. അതിന് രേണുവിനെ ഇറക്കി വിട്ടെന്നില്ല പറയുന്നത്. രേണു ഈ വീട് തമ്മിൽ യാതൊരു ബന്ധവും ആകെ ബന്ധമുള്ള മക്കളുണ്ടാവും. മനസ്സിലായോ? അല്ലാതെ എനിക്കിപ്പം ഒരു 5000 രൂപ കൊടുത്തത് 2000 രൂപ വാടകയ്ക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടല്ല. അത് ആ പിള്ളേരുടെ അവകാശപ്പെട്ട വീടാണ് ഇപ്പോഴും. മനസ്സിലായോ? അതിൽ നിന്ന് നിയമപരമായിട്ട് ഇറക്കി വിടുമ്പോൾ ഇറക്കി പോകും. പിന്നെ വാടകയ്ക്ക് താമസം എന്ത് ഞാൻ പെട്ടെന്നോ എന്നെ ഇറക്കി വിടുമ്പോൾ എന്തിനാണ് പറയുന്നത്? നിയമപരമായിട്ട് ഇറക്കി വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിച്ചല്ലേ തീരുമാനിക്കുന്നത്. കിച്ചുവിന്റെ അവകാശമല്ലേ, കിച്ചുവിന്റെ ഹൃദയുടെ അവകാശമല്ലേ. അതല്ല ഈ തന്നെയാണ് അവരോടല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്കറിയത്തില്ല. പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എനിക്കറിയാം. രേണുവിന് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിയമപരമായിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയത്തില്ല. ഇപ്പോഴും താമസിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ്, കുടുംബം മൊത്തം താമസിക്കുന്ന ആ ഒരു വീട്ടിലാണ്. എന്നിട്ട് എന്തിനാ എന്നെ ഇറക്കി വിട്ടെന്ന് പറയുന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഒരു മൂള തലയ്ക്കകത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും റേഷനരി തിന്നുകൊണ്ടിരുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചും പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു കേട്ടു. ഈ പറഞ്ഞ വളരെ തുച്ഛമായ നമ്മൾ ഈ പറയുന്ന ഈ നമുക്ക് ഊഹിക്കാം, ഈ പറഞ്ഞ ഈ നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം അഭിനയിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എത്രത്തോളം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു റെമ്യൂണറേഷൻ കിട്ടുമെന്നുള്ളത്. ആ ഒരു റെമ്യൂണറേഷൻ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ ശരിക്കും? സത്യസന്ധമായി പറഞ്ഞ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, നടന്നു പോകണ്ടേ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അരിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, റേഷനറി ഉള്ളതുകൊണ്ട് ടെൻഷൻ, നോ ടെൻഷൻ. അപ്പം പിന്നെ ബാക്കി കൊച്ചിന്റെ കാര്യമോ അതെ കേട്ടല്ലോ, റേഷനറി ഉള്ളത് കൊണ്ട് നോ ടെൻഷൻ, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടെന്നാണ് ഇവിടെ രേണു പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരി 5000 രൂപ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 13000 രൂപ ഇപ്പോഴും വാടക കൊടുക്കാൻ കിടക്കുകയാണ്. ആ സമയത്താണ് ഇത് പറയുന്നത്. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് ലീഗൽ നോട്ടീസ് അയച്ചതെന്ന് പറയുന്ന രേണുവിന് കാര്യങ്ങൾ ഇതുവരെയായിട്ട് പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ പറയുന്ന ബിഷപ്പിന്റെ വസ്തുവിനെ കുറിച്ച് രേണു ഒരു കാര്യം പറഞ്ഞിരുന്നു, കേസിലിരുന്ന വസ്തുവാണ് ഞങ്ങൾക്ക് തന്നത് എന്നൊക്കെ. എന്നാൽ ആ പറഞ്ഞ കാര്യം പിന്നെയും ബിഷപ്പിനെ, ആ വസ്തുവിനെ എല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പൊ ഈ പറയുന്ന ബിഷപ്പിന്റെ വസ്തുവിന് യാതൊരു വിധമായിട്ടുള്ള ഒരു വിഷയങ്ങളുമില്ല. അത് പറഞ്ഞുണ്ടാക്കിയത് ഈ രേണുവാണ്. ഈ രേണുവും ആ രേണുവിനെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ വസ്തു ഓസിന് അടിക്കണം. ഈ പറയുന്ന തങ്കച്ചന് ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ പിന്നെ ചേട്ടത്തിക്കും അവർക്കൊക്കെ ഈ ഓസിന് കുറച്ച് വസ്തു കൂടെ അടിച്ചു മാറ്റാനുള്ളത്. അത് തന്നെ ഉദ്ദേശമായിരുന്നു ഈ പറയുന്ന ഫിറോസിനും. അതുകൊണ്ട് തന്നെ ഇവർ ഇതിന്റെ അകത്ത് വെച്ചൊരു കളി കളിക്കുകയാണ്. ആ പാവം പിടിച്ച മനുഷ്യന്റെ വസ്തു എല്ലാം സുളു വിലയ്ക്ക് ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്, ആ വസ്തുവിന് എന്തോ കേസിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വസ്തു തന്നത് എന്ന രീതിയിൽ ഈ പറയുന്ന രേണു സുധി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വസ്തു പിന്നെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു കേസിൽ കിടക്കുകയാണെങ്കിൽ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നൊന്നും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന കിച്ചുവിന്റെ പേരിലാണ് കരമടച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും കരമടയ്ക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് റേഷനരി കിട്ടുന്നത് എങ്ങനെയാണ്? റേഷനരി മേടിക്കണമെങ്കിൽ ഈ ഇതിന് നമ്പരൊക്കെ കിട്ടണ്ടേ? എന്നാൽ മാത്രമല്ല റേഷനരി കിട്ടൂ. വീട്ടിൽ കറണ്ട് ഇല്ലയോ? കറണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? പിന്നെ നിങ്ങൾക്ക് വസ്തു തരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓൾറെഡി വീടുകൾക്ക് സ്ഥലം കൊടുത്തിരുന്നു, അവിടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട്. ഞാൻ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം. എന്നിട്ടാണ് ആ ബിഷപ്പിന്റെ വസ്തുവിനെ കുറിച്ചും ആ ബിഷപ്പിനെ കുറിച്ചും ഇങ്ങനെ മോശം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്താണ് ചെയ്തത്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പൊട്ട ഫാൻസേ, ഈ പറയുന്ന രേണുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഫാൻസേ, നിങ്ങൾ മനസ്സിലാക്കണം.
ഒരു സ്ഥലം കൊടുത്തിട്ട് ഒരു ബിഷപ്പിനെ ഉപദ്രവിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഫിറോസ് നന്മമരം, അവനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അവൻ പറയുന്ന കാര്യം കേട്ടു നോക്കി. സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ആ പാവം സ്ഥലം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വീട് ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ വീട് വരാനും, വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ഇത് മറ്റുള്ള ബയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീൻസ് ലൈക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഇതിന് കേസോ നൂലാമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്, അതിൻ്റെ കൂടെ ഒരു നന്മ, അത് നമ്മൾ കാണാതെ പോകരുത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ ഫിറോസിന് എന്തിന്റെ കേടാണ്? ഇവൻ എന്തിനാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്? അവിടെ ഇവന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ മുകളിൽ ഒരു കണ്ണ്, അവിടെ കേസുണ്ടെന്ന് പറയണം, അതാണ് ഈ പുള്ളിക്കാരന്റെ ലക്ഷ്യവും. ഇല്ല എങ്കിൽ അങ്ങനെ പറയുമോ? ഇദ്ദേഹം ചെല്ലുന്ന സമയത്തും അവിടെ വീട് പണികൾ നടക്കുന്നു, ഓൾറെഡി ഇദ്ദേഹം എല്ലാവർക്കും വസ്തു കൊടുത്തിട്ടുണ്ട്, അവിടെ എല്ലാം പണി നടക്കുന്നുണ്ട്. പിന്നെ ഈ വസ്തുവിന് കേസുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ എങ്ങനെ ആ ഒരു കരമടയ്ക്കാൻ പറ്റും? എങ്ങനെ ഇവന് അതിൻ്റെ അകത്ത് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും? ഇതൊന്നും ഇല്ല എന്നുള്ളത് ഇവൻ അറിയത്തില്ലേ കൃത്യമായിട്ടും? പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനത്തെ ഒരു വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കുന്നത്? പിന്നെയും അദ്ദേഹത്തെ വലിച്ചു കീറാനും അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റു പോകാതിരിക്കാനും വേണ്ടി ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ഒരു വസ്തു അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ട് കിട്ടിയ വസ്തുവിൽ അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഒരു നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന രേണുവും ഈ പറയുന്ന ഫിറോസും വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ മാനസിക ബുദ്ധിമുട്ട് എന്താണ്? ഇവർക്ക് ഭൂമി കൊടുത്തതുകൊണ്ട് ഈ ബിഷപ്പിന് കിട്ടിയത് ഉപദ്രവമല്ലാതെ ഉപകാരം എന്ന് പറയുന്നത് ഒന്നുമില്ല. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ചുമ്മാതെ ഈ പറയുന്ന രേണുചുതിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബിഷപ്പിന് നഷ്ടങ്ങളല്ലാതെ ഈ ബിഷപ്പിന് മൊത്തത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നഷ്ടങ്ങളാണ് ഈ പറയുന്ന രേണുസുതിയെയും അതോടൊപ്പം തന്നെ ഈ ഫിറോസിനെയൊക്കെ അങ്ങോട്ട് കയറ്റിയത് കൊണ്ട് സംഭവിച്ചത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോഴും ഈ വന്നിട്ട് ഈ ഒരു കാര്യം പറയേണ്ട ആവശ്യം എന്താണ്? രേണു പറയുകയാണ് കേസിൽ കിടന്ന വസ്തുവാണ് ഞങ്ങൾക്ക് തന്നതെന്ന്. എന്നിട്ട് ഇവൾ അതിനകത്ത് കയറി കിടന്ന് അതിനകത്ത് നിൽക്കുന്നു, കുടുംബത്തോടെല്ലാം നിൽക്കുന്നു, കരമടയ്ക്കുന്നു, റേഷൻ അരിയും മേടിക്കുന്നു, കരണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഇവിടെ കേസിൽ കിടക്കുന്ന വസ്തുവാന്ന് പറയുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഈ ഫിറോസ് വന്നിട്ട് ഈ കാര്യം പറയുന്നത് എന്താണ്? ഇവരെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? എന്തായാലും അദ്ദേഹത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൽ തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹം വന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് വാ പൂടണം, അദ്ദേഹം കമന്റ് ഇട്ടാൽ അത് പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ലീഗലായിട്ട് പോയപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയം എന്തൊക്കെയാണ്? എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? എന്താണ് പ്രേക്ഷകരെ? നിങ്ങൾ തന്നെ കമന്റ് ഇട്, നിങ്ങൾ തന്നെ ഇതിന് കമന്റ് കൃത്യമായിട്ടിട്. ഈ പറയുന്ന ഇവൾ കാണിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫിറോസ് ചെയ്തതും ആ കിച്ചുവിന് പോലും ബുദ്ധിയില്ലേ? അവൻ പറഞ്ഞ് ഈ പറയുന്ന തള്ളയെ ഒന്ന് ഉപദേശിച്ചുകൂടെ? അവൻ എന്ത് അടിസ്ഥാനത്തിലാണ് വന്നിരുന്ന് പറയുന്നത്? അവനും അവന്റെ കൂട്ടുകാരനോട് പുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ ബിഷപ്പിനെ വിളിക്കുന്നത്. ഒരു സഭയുടെ മേലധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വന്നിരുന്നിട്ട് കളിയാക്കുകയാണ്. രേണുവിന്റെ കൂട്ടുകാരി മുലക്കച്ച കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്, DNA ടെസ്റ്റുമായിട്ട് പിള്ളേരെല്ലാം കൂടെ വരുന്നു എന്ന രീതിയിൽ പറഞ്ഞ് കളിയാക്കുന്നു. ഇതൊക്കെ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനുള്ളത്? മസ്റ്റായി കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.